നിങ്ങൾ പലർക്കും ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എല്ലാവർക്കും വരുന്ന ഒരു മെസ്സേജാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. എന്താണ് ഈ മെസ്സേജിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ചാനൽ അടിച്ചു പോവോ, അല്ല യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ പണിയാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള ഉത്തരം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താ കാര്യം എന്നുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ, അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ, അതിൻ്റെ എക്സ്പേർട്ടുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് അതിനെ മെൻഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടായിരിക്കും, താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഇനി കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, യൂട്യൂബിൻ്റെ റവന്യൂവിൻ്റെ പണ്ടൊക്കെ ആഡ്സൻസ് അതായത് അഡ്വർടൈസിങ് മാത്രമായിരുന്നു റവന്യൂ വന്നത്. പിന്നെ അവിടെ മാറ്റിയിട്ട് മെമ്പർഷിപ്പ്, അതുപോലെ ഷോപ്പ് കണക്റ്റ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ കൂടെയുള്ള ഒന്നാണ് ബ്രാൻഡ് കണക്റ്റ് എന്ന് പറയുന്നത്. ബ്രാൻഡ് കണക്റ്റ് എന്ന് പറഞ്ഞാൽ ഫേമസ് ആയ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തി, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസറായ ആളുകളെ കണ്ടെത്തിയിട്ട് അവരുടെ ചാനലിലൂടെ ചില ബ്രാൻഡുകൾ അല്ലെങ്കിൽ കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റുകൾ പരസ്യം ചെയ്യാറുണ്ട്. പരസ്യം ചെയ്യാന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റിനെ കാണിക്കുക, എന്നിട്ട് നമ്മൾ സംസാരിക്കുക, അതിനെ റിവ്യൂ ചെയ്യുക. ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് പേ ചെയ്യും. അത് കുറേ നാൾ മുമ്പ് ഞാൻ ഇപ്പോൾ 1-2 ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ പറയുന്നത് ഒരു പരസ്യത്തിന് 1.5 ലക്ഷം മുതൽ ആണ് അവർ കിട്ടുന്നത്. മാസം ഒരു 4-5 പരസ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് കേട്ട് ഞെട്ടിയില്ലേ? ഇത് ഉള്ളത് തന്നെയാണ്. ഇതുപോലെ ബ്രാൻഡേഴ്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇനി എന്താണ് ഈ ഒരു സാധനം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് നമ്മൾ രണ്ടാമത്തെ കാര്യം പറയാം. ഈ വന്നിരിക്കുന്ന മെസ്സേജ് എന്താണെന്ന് പറയാന്നുണ്ടെങ്കിൽ, പരസ്യ കമ്പനികൾക്ക്, അല്ലെങ്കിൽ പരസ്യ കമ്പനി എന്ന് പറയാൻ പറ്റില്ല, പരസ്യം തരാനുള്ള കമ്പനികൾക്ക് അവരുടെ ഒരു പരസ്യം ചെയ്യാനുള്ള ഒരാളെ ഇൻഫ്ലുവൻസർ, ഇപ്പോൾ എന്നെ കണ്ടെത്തി എന്ന് വിചാരിക്കുക, അവരെന്ത് ചെയ്യും? എൻ്റെ റീൽസിൻ്റെ വീഡിയോക്ക് എത്ര വ്യൂസ് ഉണ്ട്, എങ്ങനെയാണ് ആളുകൾ ഇൻട്രാക്ട് ചെയ്യുന്നത്, എത്ര ഫാൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള ഡാറ്റാസൊക്കെ, അത് നമ്മുടെ അനലറ്റിക്സിൻ്റെ ഡാറ്റാസ് അവർക്ക് ആവശ്യമുണ്ട്. എന്നാൽ മാത്രമാണ് ഈ ആൾക്ക് കൊടുക്കണോ വേണ്ടിയോ നോക്കുക അവർ തീരുമാനിക്കുക. ഇപ്പോൾ നോർമലി അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മളെ ചാനൽ നോക്കും, നമ്മുടെ തമ്പനയിൽ എങ്ങനെയുണ്ട് നോക്കും, നമ്മുടെ മൊത്തത്തിൽ ചാനലിൻ്റെ ഒരു കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ആണോ നോക്കും, എന്നിട്ടാണ് അവർ തരിക. ഇല്ലാത്തവർക്ക് തരുമല്ലോ. അതായത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ തമ്പനിയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡായിട്ട് ചെയ്തു വെച്ചാൽ ഇതുപോലെയുള്ള പ്രൊമോഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അതൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഇനി ഇത് ഓണാക്കണോ ഓഫാക്കണോ എന്നുള്ളത്, ഇനി ഇത്രയും ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഓണാക്കണോ ഓഫാക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളത് ഓണാക്കി വെച്ചാലും ഓഫാക്കി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഓണാക്കി വെച്ചാൽ ഇൻ കേസ് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്വർടൈസേഴ്സ് കണ്ടിട്ട് വന്നു എന്ന് മാത്രം. പക്ഷേ അതിന് മുന്നേ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ചാനലിന് ആ തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനി മുതൽ അങ്ങനെയുള്ള ക്വാളിറ്റീസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് പഠിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പരസ്യം തരാനും മറ്റൊക്കെ ആയിട്ട് നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സമീപിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത്രയാണ് ഈ അപ്ഡേറ്റ്. കൂടുതൽ വിശദീകരിക്കേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് ഏകദേശം സംഭവം മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. അത്രയേ ഉള്ളൂ. അതിപ്പോൾ ജസ്റ്റ് മൊത്തത്തിൽ വായിച്ചു നോക്കി അവർ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതാണ് സിമ്പിളായിട്ടുള്ള കാര്യം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, പലർക്കും വീഡിയോന് മുന്നിൽ വന്ന് സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ പല 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 പ്രശ്നങ്ങളാണ്. ഒന്ന്, എന്നെ കാണാൻ ഗ്ലാമർ ഇല്ല എന്ന് പറയുന്നവരുണ്ട്. എൻ്റെ മുടി ഇവിടെ ചെറിയ പ്രശ്നമുണ്ടെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ പല പല പ്രശ്നങ്ങളാണ്. ചില പ്രശ്നങ്ങൾ കേട്ടാൽ നമുക്ക് ചിരി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടെസ്റ്റ് ഡോസ് എന്ന രൂപത്തിൽ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10 പേരുണ്ട് അതിൽ. അപ്പോൾ അതിലൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഈ ക്ലാസ്സിലുണ്ടായിരുന്ന ആളുകൾ വളരെ സിമ്പിളായിട്ട് 1-2 വീഡിയോസ് കൊണ്ട് തന്നെ അവരുടെ എല്ലാവരും കോൺഫിഡൻസ് മാറി, അവർ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി കുറച്ച് പരിപാടികൾ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ചെറിയ ഫീസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. നിങ്ങളൊക്കെ ഇമ്പ്രൂവ് ആയിട്ട് നല്ല ചാനലുകളായിട്ട് വരട്ടെ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് മാത്രം, എല്ലാവരോടും നിർബന്ധിക്കുന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ട്, കഷ്ടപ്പെടാൻ റെഡിയാണ് എന്നുള്ളവർ മാത്രം ജോയിൻ ചെയ്യും. ചാനൽ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് നോക്കണം. പലർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ഓഫ് ആണെങ്കിൽ ഓണാക്കി വെക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ